ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഗിഫ്റ്റ് പാക്ക് ചെയ്താലോ? ഇത് നമ്മുടെ ഡോക്ടർ ആരതിയുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണേ. ആൻറ്റിക്ക് അധികം മധുരമൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എന്നാലും ഒരു ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് മോൾക്കൊരാഗ്രഹം. അപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തത് ബനാന വാൾനട്ട് കേക്കാണ്. മധുരം ഇഷ്ടമില്ലാത്തവരെയും പിടിച്ചു നിർത്തിയൊരു കേക്ക് തന്നെയാണത്. അതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്തു. കൂടെ നമ്മുടെ കുട്ടികളുടെ ഫേവറേറ്റായ ആൽമണ്ട് ബട്ടർ കുക്കീസും നല്ലൊരു കോമ്പിനേഷനാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് തന്നെ സജസ്റ്റ് ചെയ്തത്. ഇത് രണ്ടും പാക്ക് ചെയ്ത് സീൽ ചെയ്ത് നമ്മൾ DTDC വഴിയാണ് അയക്കുന്നത്. ആ കറക്റ്റ് ദിവസം കിട്ടാൻ വേണ്ടി നമ്മൾ തലേന്നാണ് ഇവിടെ വന്നത് കൊറിയർ ചെയ്തത്. സാധാരണ ഒരു ദിവസം കൊണ്ട് തൃപ്പൂണിത്തറ ആ ഭാഗത്തൊക്കെ എത്താറുണ്ട്. എറണാകുളം ഒക്കെ ഇതിന് മുമ്പ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു സംശയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസവും കൂടെ വൈകാറുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ഥിരമായി ഡിപ്പെൻഡ് ചെയ്യുന്നത് DTDC തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് DTDC കൊറിയേഴ്സ് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുത്തു. അച്ഛനും അമ്മയ്ക്കും എല്ലാം ഭയങ്കര സന്തോഷമായി. കാരണം അവർ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനൊരു ഗിഫ്റ്റ് എത്തുമെന്ന്. അവർക്കെല്ലാവർക്കും ഹാപ്പിയായി. ആൻറ്റി കേക്ക് കഴിച്ചിട്ട് ഒരുപാട് നല്ല അഭിപ്രായം എന്നോട് പറഞ്ഞു. മുൻപ് നമ്മുടെ കേക്ക് ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പക്ഷേ ക്രീം കേക്കായിരുന്നു. എങ്കിൽ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഞാനിത് കൊണ്ടുപോയി കൊടുക്കും. ഒരുപാട് സന്തോഷം, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷം. നമ്മളൊരു കാര്യം നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്തിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഇതുപോലെ തന്നെ മറ്റൊരു ബോക്സ് കൂടെ ഉണ്ടായിരുന്നു. അത് വേറൊരു കസ്റ്റമർക്കായിരുന്നു. അത് പക്ഷേ ബർത്ത്ഡേ ഗിഫ്റ്റൊന്നുമല്ല, സാധാരണ നമ്മൾ അയക്കുന്ന ഒരു റെഗുലർ പാക്ക് മാത്രമായിരുന്നു. ഈ രണ്ട് ഗിഫ്റ്റും തക്ക സമയത്ത് തന്നെ അവിടെ കിട്ടി. അവർക്കെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക് യു.